നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അധികമാർക്കും അറിയാത്ത ഹോളിവുഡിൽ നിന്ന് ഇൻസ്പയർ ആയി നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എടുത്ത ചില എക്സ്പെരിമെന്റൽ സിനിമകളാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാന്റസി സിനിമകൾ ഉണ്ടാക്കുന്നത് ഹോളിവുഡാണ്. കാരണം അങ്ങനെയുള്ള സിനിമ ഉണ്ടാക്കാൻ വലിയൊരു ബഡ്ജറ്റുമാണ്, മാത്രവുമല്ല നല്ല അഡ്വാൻസ് ടെക്നോളജിയുമാണ്. ഇത് രണ്ടും ഹോളിവുഡിനുണ്ട്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ചെറിയൊരു ഇൻഡസ്ട്രിയാണ്, എങ്കിലും നമ്മളും ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഹോളിവുഡ് പോലെ പല ഫാന്റസി സിനിമകൾ ഇറക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ബിഗ് ബഡ്ജറ്റിൽ വന്നതും അവസാനം വന്നതും നമ്മുടെ ബറോസ് സിനിമയാണ്. ബറോസ് നമുക്കറിയാം വലിയൊരു ഫ്ലോപ്പായിരുന്നു. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സിനിമകൾ ട്രൈ ചെയ്യുന്ന മലയാളത്തിലെ ഒരേ ഒരു ഡയറക്ടർ വിനയനാണ്. 2007 ഇദ്ദേഹം അതിശയൻ സിനിമ എടുത്തു. ഇന്ന് പലർക്കും അതിശയൻ ഒരു കോമഡിയാണ്. ഹോളിവുഡിന്റെ ഹൾക്കിനെ ഇൻസ്പയർ ആയാണ് അതിശയൻ സിനിമ ഇറക്കിയത്. നമ്മൾ അറിയേണ്ട കാര്യം ഹോളിവുഡിന്റെ 10-ൽ-1 ബഡ്ജറ്റ് പോലും മലയാളം ഇൻഡസ്ട്രിക്ക്, എന്നിട്ടും ഹൾക്ക് പോലെയുള്ള ഒരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയി, അതും 2007 ടൈമിൽ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ നോക്കി എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഡയറക്ടർ വിനയം പറഞ്ഞിരുന്നു, ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ പടം എടുത്താന്. ബഡ്ജറ്റ് ആയിരുന്നു പ്രശ്നം. ഇദ്ദേഹം തന്നെ 2005 ടൈമിൽ അത്ഭുത ദ്വീപ് സിനിമ എടുത്തു. ഇത് വലിയൊരു വിജയം നേടി. ഇതുപോലെ 2012 ഡ്രാക്കുള എന്ന സിനിമ എടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു വിജയം നേടി. ഇതുപോലെ മിന്നൽ മുരളിക്ക് മുമ്പ് 2014 ലിറ്റിൽ സൂപ്പർമാൻ എന്ന സിനിമ എടുത്തു. ഇതൊന്നും തന്നെ വലിയൊരു വിജയമായി. എങ്കിലും ഇദ്ദേഹം ഇത്തരത്തിലുള്ള വെറൈറ്റി എക്സ്പെരിമെന്റുകൾ മലയാള സിനിമയിൽ ചെയ്യാൻ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു ഡയറക്ടറാണ്. നമ്മൾ അടുത്ത കാലത്ത് സൂപ്പർ ഹീറോ സിനിമയിൽ വിജയം നേടി. എന്നാൽ ഏറ്റവും വലിയൊരു വിജയം നേടിയതും ആദ്യമായി വിജയം നേടിയതും ബോളിവുഡാണ്. ബോളിവുഡിലെ ക്രിഷ് എന്ന സിനിമ. ഹോളിവുഡിൽ DC-യുടെയും മാർവലിന്റെയും ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകൾ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങാൻ ചാൻസ് ഇല്ലെന്ന് അന്ന് പലരും കരുതിയത്. അപ്പോഴാണ് ഋതിക് റോഷന്റെ ഡാഡി കോയി മിൽ ഗയ എന്ന പടം എടുത്തത്. ഇത് 2003 ഇറങ്ങി. ഇത് സൂപ്പർ ഹീറോയൻ ഇന്ത്യയിലെ ആദ്യത്തെ ഏലിയൻ പടം. ആ ഒരു ടൈമിൽ ഹോളിവുഡിൽ മാത്രമായിരുന്നു ഏലിയൻസ് ഒക്കെ വന്നിരുന്നത്. അത് ഇന്ത്യൻ സിനിമയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ചെറിയ ബഡ്ജറ്റിലും വളരെ മികച്ച സ്റ്റോറിയിൽ മികച്ച ക്വാളിറ്റിയിലെടുത്തു. ഈ ഒരു ഏലിയൻ ക്യാരക്ടർ VFX-ലൂടെയല്ല, ഇതൊരു കോസ്റ്റ്യൂമാണ്. ആ ഒരു ടൈമിൽ ഹോളിവുഡിൽ നിന്ന് വലിയ കോസ്റ്റ്യൂം ഡിസൈനറെ കൊണ്ടുവന്നാണ് ഈ ഒരു ഏലിയൻ കോസ്റ്റ്യൂം ഉണ്ടാക്കിയത്. കണ്ണുകൾ അടയ്ക്കാൻ കഴിയുന്ന കോസ്റ്റ്യൂം. ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടി. ശേഷം ക്രിഷ് സിനിമ ഇറങ്ങി. ക്രിഷ് ഒരു സൂപ്പർ ഹീറോ സിനിമയായിരുന്നു. 2006 പുറത്തിറങ്ങിയത്. മറ്റ് സൂപ്പർ ഹീറോസിൽ നിന്ന് കോപ്പി അടിക്കാതെ വ്യത്യസ്തമായ പവറുകളുള്ള മികച്ച സ്റ്റോറി ലൈനിൽ മികച്ച മ്യൂസിക്കിൽ വന്ന ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സൂപ്പർ ഹീറോ സിനിമ വലിയൊരു വിജയം നേടി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിഷ് 3 വന്നത്. 2013 ഈ ഒരു ടൈമിൽ ഇന്ത്യൻ സിനിമയിൽ ടെക്നോളജി അല്പം വളർന്നു. അതുകൊണ്ട് തന്നെ ക്രിഷ് 3 സിനിമ ഹോളിവുഡിലെ പല സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയി ഉണ്ടാക്കിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ 1 ഉം 2 ഉണ്ടായിരുന്നു. ആ ഒരു യൂണീക്നെസ് 3-ലും ഉണ്ടായിരുന്നു. പക്ഷേ 3 സിനിമയും ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയും. ഇനി ക്രിഷ് 4 വരുന്നു. ഈ ഒരു സിനിമ എടുക്കുന്നത് ഋതിക് റോഷന്റെ ഡാഡിയല്ല, ഋതിക് റോഷൻ തന്നെയാണ്. സിനിമ ഉടൻ തന്നെ വരും. ഇനി നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ എടുത്ത ചില എക്സ്പെരിമെന്റൽ മലയാള സിനിമകൾ നോക്കാം. ലിസ്റ്റിലാക്കിയത് ഒരു സൂപ്പർ ഹീറോ സിനിമയും, മലയാളത്തിലെ തന്നെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ. നമ്മളും സൂപ്പർ ഹീറോ സിനിമ ബോളിവുഡിന് മുമ്പ് 1965 എടുത്തിട്ടുണ്ട്. ആ ഒരു സിനിമയാണ് മായാവി എന്ന സിനിമ. ബാറ്റ്മാൻ, റോബിൻ ഹുഡ് എന്നീ 2 ക്യാരക്ടറെ മിക്സ് ചെയ്താണ് മായാവി എന്ന ഈ ഒരു സൂപ്പർ ഹീറോയെ ഉണ്ടാക്കിയത്. നസീർ ആയിരുന്നു നായകൻ. ചില കൊലപാതകങ്ങളും ഇത് സോൾവ് ചെയ്യാൻ വരുന്ന ഒരു സൂപ്പർ ഹീറോയുമായിരുന്നു ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ആ ഒരു ടൈമിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തു പല ഫൈറ്റ് സീനുകളും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി. ഇതും പോരാൻ ആ ഒരു ടൈമിൽ മറ്റൊരു സൂപ്പർ ഹീറോ സിനിമ, ഒരു വ്യക്തി ഇൻവിസിബിൾ ആവുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സിനിമ നമ്മൾ 69 എടുത്തിട്ടുണ്ട്. ആ ഒരു സിനിമയാണ് മിസ്റ്റർ കേരള എന്ന സിനിമ. പ്രേം നസീർ തന്നെയായിരുന്നു ഈ ഒരു സിനിമയിലെ നായകൻ. മിസ്റ്റർ എക്സ് ഇൻ ബോംബെ എന്നൊരു ബോളിവുഡ് സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. സിനിമയിലെ നായകന് ഒരു സ്പെഷ്യൽ ലിക്വിഡ് കുടിച്ചാൽ ആരും കാണാതെ ഇൻവിസിബിൾ ആകും. ശേഷം അങ്ങനെ നായകൻ ഒരു പ്രതികാരം ചെയ്തു. ഇതായിരുന്നു ഈ ഒരു സിനിമയുടെ സ്റ്റോറി. അടുത്തത് സോംബി എന്ന് പറയാൻ കഴിയും ഒരു വ്യത്യസ്തമായ സിനിമയാണ്. 1967 മലയാളത്തിൽ പുറത്തിറങ്ങിയ കറുത്ത രാത്രികൾ എന്ന സിനിമ. ഈ ഒരു സിനിമയിൽ നമ്മൾ കാർട്ടൂണിലെല്ലാം കണ്ടിട്ടുള്ള ഒരു വ്യത്യസ്തമായ സെറ്റപ്പാണ്. നായകൻ ഒരു മരുന്ന് കൂടി ഒരു ഭീകര ജീവിയായി മാറും. ഹൾക്കിന്റെ സ്റ്റോറി ഏകദേശം ഇങ്ങനെയാണ്. ഒരുപക്ഷെ ഹൾക്ക് കോമിക്കിൽ നിന്ന് ഇൻസ്പയർ ആയതായിരിക്കും. കറുത്ത രാത്രികൾ എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേര്. മധു ആയിരുന്നു നായകൻ. ഇതിലെ നായകന്റെ പേര് ശാന്തൻ എന്നാണ്. ശാന്തൻ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഒരു ദിവസം ശാന്തൻ ഒരു മരുന്ന് കണ്ടുപിടിക്കും. ഈ മരുന്ന് കുടിച്ചാൽ ഒരു ഭീകര ജീവിയായി മാറും. ഈ ട്രാൻസ്ഫോർമേഷൻ സീനുകൾ ആ ഒരു ടൈമിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഭീകരജീവിയായാൽ വളരെ പവർ കിട്ടും. മാത്രവുമല്ല തിരികെ പഴയ രൂപത്തിലാകാൻ ഒരു ആന്റി മെഡിസിനും ശാന്തൻ കണ്ടുപിടിച്ചിരുന്നു. ഇതെല്ലാം ശാന്തൻ രഹസ്യമായി വെച്ചു. ഒരു ദിവസം ശാന്തന്റെ ഭാര്യയുടെ അച്ഛന്, അതായത് അമ്മായിയപ്പന്
ആരോ കൊലപ്പെടുത്തി. ശാന്തൻ ഇത് യൂസ് ചെയ്ത് പവർ എല്ലാം നേടി പ്രതികാരം ചെയ്യുന്നതാണ് സിനിമ. അടുത്തത് ഒരു അനിമേറ്റഡ് മൂവിയാണ്. നമ്മൾ ഹോളിവുഡ് സിനിമകളുടെ അനിമേഷനും ലൈവ് ആക്ഷനും മിക്സ് ആയ പല സിനിമകൾ കാണാറും. എന്നാൽ ഇത് ഇന്ത്യയിലല്ല, ഏഷ്യയിൽ തന്നെ ആദ്യമായി ഉണ്ടാക്കിയത് നമ്മുടെ മലയാള സിനിമയാണ്. ആ ഒരു സിനിമയാണ് 93 പുറത്തിറങ്ങിയ ഓ ഫാബി എന്ന സിനിമ. മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിലായിരുന്നു ഈ ഒരു സിനിമയുടെ അനിമേഷൻ വർക്കുകൾ ചെയ്തത്. അമേരിക്കയിൽ നിന്ന് പല ടൈപ്പ് ക്യാമറകളും ടെക്നോളജികളും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു. ഒരു അപ്പൂപ്പനായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഈ ഒരു സിനിമയിലെ അനിമേഷൻ ക്യാരക്ടർ. ഫാബി എന്ന സിനിമയിലെ നായകൻ സാൻഡി എന്ന അനിമേഷൻ അപ്പൂപ്പനെ കണ്ടുമുട്ടുന്നു. തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ അനിമേഷൻ ക്യാരക്ടറെ യൂസ് ചെയ്ത് നായകൻ ഇതെല്ലാം പരിഹരിക്കുന്നു. ആ ഒരു ടൈമിൽ 1 കോടിയായിരുന്നോ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് 4 പടങ്ങൾ എടുത്ത ഈ ഒരു സിനിമയിലെ അനിമേഷൻ വർക്കുകൾ ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ അനിമേറ്ററായ റാം മോഹനായിരുന്നു. ഇദ്ദേഹം അനിമേഷൻ പഠിച്ചത് ഡിസ്നി കമ്പനിയിലെ ഫേമസ് അനിമേറ്റേഴ്സിൽ നിന്നാണ്. അങ്ങനെ ഈ ഒരു സിനിമ റിലീസായി. സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിരുന്നു. കാരണം എന്തെന്നാൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. സെക്കൻഡ് ഹാഫ് കൊലപാതകവും അങ്ങനെ ടെറർ സംഭവങ്ങളായി. മെയിൻ പ്രശ്നം ഈ ഒരു സിനിമ ബ്രാൻഡ് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുതിർന്ന ഓഡിയൻസിലേക്ക് എത്തിയില്ല. ഫാമിലി ഓഡിയൻസിനാണെങ്കിൽ കൊലപാതകങ്ങളെല്ലാം കണ്ട് സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി. അടുത്തത് ഗോഡ്സില്ല പോലെ ഒരു സിനിമയാണ്. ആ ഒരു സിനിമയാണ് 91 പുറത്തിറങ്ങിയ അഗ്നി നിലാവ് എന്ന സിനിമ. സിനിമയിൽ പരസ്യം ഷൂട്ട് ചെയ്യുവാൻ കുറച്ചാളുകൾ കാട്ടിൽ പോകുന്നു. അവിടെ വെച്ച് ഒരു ഭീകര ജീവിയെ കാണും. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി വൈസിൽ ഒരു ഹോളിവുഡ് ടച്ചുള്ള സിനിമയാണ്. ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് മേക്കിംഗ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായാലും ആ ഒരു ടൈമിൽ മലയാള സിനിമ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അടുത്തത് ഒരു സോംബി ടച്ചുള്ള സിനിമയും. ഈ ഒരു സിനിമയും 90 പുറത്തിറങ്ങിയത്. ചുവന്ന കണ്ണുകൾ എന്നാണ് പേര്. കുറച്ചാളുകൾ ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു ദ്വീപിലെത്തുന്നു. അവിടെ വലിയൊരു സ്പൈഡർ ഉണ്ടായിരുന്നു. ഈ സ്പൈഡർ കടിച്ച വ്യക്തി ഇൻഫെക്റ്റഡ് ആയി സോംബി പോലെയോ. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയാണ്. നമുക്കറിയാം ആ ഒരു സിനിമ കുട്ടിച്ചാത്ത സിനിമയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ മാത്രമല്ല, കുട്ടിച്ചാത്തൻ സിനിമ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാൻ ഇന്ത്യ സിനിമ കൂടിയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയത് മലയാളം ഇൻഡസ്ട്രിയാണ്. ഈ ഒരു സിനിമ 84 പുറത്തിറങ്ങിയത്. ആ ഒരു ടൈമിൽ ആർക്കും തന്നെ 3D എന്താണെന്ന് തന്നെ അറിയും. ഹോളിവുഡിൽ മാത്രമായിരുന്നു 3D സിനിമ ഉണ്ടായിരുന്നത്, അതും ചുരുക്കം ചില സിനിമകൾ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 40 ലക്ഷം രൂപയാണ്. ആ ഒരു ടൈമിലെ വലിയൊരു ബഡ്ജറ്റാണ്. ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 3 മലയാള സിനിമകൾ പിടിക്കാം. ഡയറക്ടറായിട്ടുള്ള ലിജോ കാലിഫോർണിയയിൽ പോയി സ്റ്റീവൻ സ്പിൽബർഗ് ഡയറക്ട് ചെയ്ത ജോസ് എന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറെ കണ്ടു. അങ്ങനെ ഇദ്ദേഹത്തെയും ഹോളിവുഡിലെ ഫേമസ് സ്റ്റീരിയോഗ്രാഫറായ ഡേവിഡ് സിമ്മറെയും സിനിമയുടെ വർക്കിനായി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഓരോ തിയേറ്ററിനും വേണ്ടി 3D കണ്ണടകളും 3D പ്രൊജക്ടർ ലെൻസും ഓരോ തിയേറ്ററിന്റെ അകത്തും 3D സിൽവർ കോട്ടിങ്ങും ഒട്ടിക്കണമായിരുന്നു. ഇത് വളരെ ചെലവേറിയ സംഭവമാണ്. അങ്ങനെ വലിയൊരു ഹാർഡ് വർക്കിന് ശേഷം സിനിമ റിലീസായി. ആ ഒരു ദിവസമായിരുന്നു ആദ്യമായി ഇന്ത്യക്കാർ 3D സിനിമ കണ്ടത്. എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു. തമിഴ്നാട്ടിൽ രജനീകാന്തിന്റെ സിനിമ വരെ ഈ ഒരു സിനിമ മറികടന്നു. ചുരുങ്ങിയ ടൈമിൽ ഇന്ത്യ മുഴുവൻ വൈറലായി. ഓരോ സ്റ്റേറ്റിലെയും സൂപ്പർ സ്റ്റാർസിനെ വെച്ച് പ്രമോഷനും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ. അടുത്തത് ഒരു ബോളിവുഡ് സിനിമയാണ്. നമ്മൾ ഹോളിവുഡിൽ ഹാരി പോട്ടർ കണ്ടിട്ടുണ്ട്. ഒരു ഹാരി പോട്ടർ സിനിമയുടെ ബഡ്ജറ്റ് 1000 കോടിക്ക് മേലെയാണ്. 2004 ബോളിവുഡ് ആദ്യമായി 3D ആ ഒരു സിനിമയാണ് ആബ്രകാഡാബ്ര. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 8 കോടിയായിരുന്നു. ഹാരി പോട്ടറിന്റെ ഒരു കോപ്പിയായിരുന്നു സിനിമ. ഒരു ചെറിയ പയ്യനെ മാജിക് സ്കൂളിലേക്ക് വിടും. അവിടെ ഹാരി പോട്ടറിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. മൊത്തത്തിൽ ഹാരി പോട്ടറിന്റെ കോപ്പിയായിരുന്നു സിനിമ. ഹാരി പോട്ടറിൽ പറക്കുന്ന ചൂലാണെങ്കിൽ ഇവിടെ കാർപ്പറ്റാണ്. ഇതുപോലെ സന്യാസി വില്ല, ഡംബൽ ഡോർ തുടങ്ങി പല ക്യാരക്ടേഴ്സും ഉണ്ട്. ഈ ഒരു സിനിമ വലിയൊരു ബോംബായിരുന്നു. കാരണം എന്തെന്നാൽ ഇത് ബോളിവുഡിലെ ആദ്യത്തെ 3D സിനിമയാണ്. പക്ഷെ അവിടുത്തെ ആളുകൾ ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയായ കുട്ടിച്ചാത്തൻ സിനിമ കോട്ടയ ചാത്തൻ എന്ന പേര് പലതവണ കണ്ടു കഴിഞ്ഞിരുന്നു. വലിയൊരു വിജയമായിരുന്നു. പല റീ-റിലീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോളിവുഡിലെ ആദ്യ 3D എന്നത് എത്തിയില്ല. മാത്രവുമല്ല ഹാരി പോട്ടറിന്റെ സെയിം സ്റ്റോറി അതേപടി കോപ്പി ചെയ്തതാണ്. ആ ഒരു ടൈമിൽ ഒറിജിനൽ ഹാരി പോട്ടർ സിനിമ DVD-യിലൂടെയല്ല പല ആളുകളും കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് വലിയൊരു വിജയം നേടി.